ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ടേബിൾ വാല്യൂ 30, 45, 60 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 0 മുതൽ 90 വരെയുള്ള ഏതൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ആകെ 9 വിലയാണ് പഠിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് ആ വില തരും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ 90 വരെയുള്ള എല്ലാ വാല്യൂസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇത് വെച്ച് 1-2 കണക്ക് ചെയ്യാം. ഒരു സിമ്പിളായ ഒരു കണക്കെടുത്തതാണ്. ചോദ്യം ഇതാണ്: ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 40 ഡിഗ്രി, ആൻഡ് ദ ഹൈപ്പോട്ന്യൂസ് BC equal to 10 centimeter. Then find the length of AC and AB. ACയും ABയും കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. നമുക്ക് ആംഗിൾ 40 ഇവിടെയാണല്ലോ ഉള്ളത്. ഈ ആംഗിൾ വെച്ച് നമുക്ക് ഇത് ഏതാ സൈഡ് എന്ന് പറയാം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് ഏതാ സൈഡ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഏത് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ ആണല്ലോ. ഏത് സൈഡാണ് നമുക്ക് അറിയുന്നത്? ഹൈപ്പോട്ന്യൂസ് നമുക്കറിയാം. ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈപ്പോട്ന്യൂസ് 10 സെൻറ്റിമീറ്റർ ആണ്. സോ സൈൻ 40. എന്തുകൊണ്ടാണ് നമ്മൾ സൈൻ എടുത്തത്? നമുക്ക് നോക്കേ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 40യുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു റിലേഷൻ സൈൻ ആണല്ലേ. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്? സൈൻ. സോ സൈൻ 40 ഈക്വൽ ടു 40യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണത്? AC. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് AC ബൈ ഹൈപ്പോട്ന്യൂസ് ഏതാണത്? BC. ഹൈപ്പോട്ന്യൂസ് BC. ദാറ്റ് ഈസ് ഈക്വൽ ടു AC ബൈ BC അല്ലേ. അപ്പോൾ സൈൻ 40 ടേബിളിൽ കൊടുത്ത വിലയാണിത്. സൈൻ 40 ഈക്വൽ ടു 0.6428. സൈൻ 40 ഈക്വൽ ടു 0.6428. സോ സൈൻ 40ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ വാല്യൂ കൊടുക്കാം. 0.6428 ഈക്വൽ ടു AC. AC നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. AC ബൈ BC 10. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിജിറ്റ് തന്നെയായിരുന്നു യൂസേജ് ചെയ്യണമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എക്സാമിന് നിങ്ങൾക്ക് 4 ഡിജിറ്റ് കൊടുക്കാറില്ല, 2 ഡിജിറ്റേ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഇത്രയും വലിയൊരു വില കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 ഡിജിറ്റ് കൊടുക്കാറില്ല, 2 ഡിജിറ്റ് മാത്രമേ കൊടുക്കൂ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ ചെയ്യാം? ഈ 4 ഡിജിറ്റ് എടുത്ത് തന്നെ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തത് 4 ഡിജിറ്റ് തന്നെയാണ് എടുത്തിട്ടാണ് എക്സാമ്പിളൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ നോർമൽ എക്സാമിന് കുറച്ച് കാലമായിട്ട് എക്സാമിന് എന്തേ കൊടുക്കാറുള്ളൂ? 2 ഡിജിറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ ഡെസിമലിന് ശേഷം. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. സൈൻ 40 ഈക്വൽ ടു AC ബൈ BC. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 40. We know that sin 40 equal to 0.6428. So we get 0.6428 equal to AC by 10. Therefore AC equal to 10 into ഈ 10 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഇൻറ്റു ആയി മാറുമല്ലോ. എന്താ കിട്ടുക? 10 ഇൻറ്റു 0.6428. Therefore AC equal to 6.428 centimeter. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? AC കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് AC? 6.428 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാനി? നമുക്ക് AB ചെയ്യാം. ഇത് കണ്ടുപിടിക്കണ്ടേ? AB ചെയ്യാം. നോക്കാം. ഈ 40 എന്നുള്ള ആംഗിൾ വെച്ച് നോക്കുമ്പോൾ AB എന്നുള്ള സൈഡ് എന്ത് സൈഡാണ്? അഡ്ജസൻറ്റ് സൈഡാണ്. AB ഏത് സൈഡാണ്? അഡ്ജസൻറ്റ് സൈഡാണ്. ഓക്കെ, നമുക്ക് എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. അഡ്ജസൻറ്റ് സൈഡ് അറിയാം, കണ്ടുപിടിക്കണം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷനാണ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടില്ലേ? അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? കോസ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് കോസ് 40. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോറേ കോസ് ആണോ സൈൻ ആണോ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? കോസ്. സോ കോസ് 40 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ 40 AB അല്ലേ. സോ AB ബൈ BC ഹൈപ്പോട്ന്യൂസ് BC. കോസ് 40
എന്താണ് കോസ് 40യുടെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് 0.7660. സോ 0.7660 ഈക്വൽ ടു എ ബി ബൈ ബി സി. ബി സി ഈക്വൽ ടു 10. Therefore, AB equal to 10 into 0.7660. That is equal to 7.660 centimeter. കിട്ടിയല്ലോ. അപ്പോൾ എ ബി നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? എ ബി ഈക്വൽ ടു 7.660 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എ ബിയും കിട്ടിക്കഴിഞ്ഞു, എ സിയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ടുള്ള കുറച്ച് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഏരിയ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് ഏരിയ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കുക. ഓക്കെ, എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഈക്വൽ ടു ഹാഫ് ബി എച്ച്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അങ്ങനെയാണെന്ന് പറഞ്ഞേ. എന്താണ് സർക്കിളിൻ്റെ ഏരിയ? സർക്കിളിൻ്റെ ഏരിയ ഓർമ്മയുണ്ടോ? ഒന്ന് ഓർമ്മിച്ചേ. സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ. സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരുന്നു? സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി. ക്ലിയർ ആണല്ലോ? ഇത് എന്തിൻ്റെ ഏരിയ ഒന്ന് പറഞ്ഞാൽ? എന്തിൻ്റെ ഏരിയ ആണ്? സർക്കിളിൻ്റെ ഏരിയ ആണ്. ഇത് സ്ക്വയറിൻ്റെ ഏരിയ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ അല്ലെ സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ ആണല്ലോ? ഇത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് എൽ ഇൻറ്റു ബി. നമുക്ക് ഇവിടെ വേണ്ട എന്തിൻ്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓഫ് ബി എച്ച്. ക്ലിയർ ആണല്ലോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓഫ് ബി എച്ച്. ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം ഇവിടെ. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. അവിടെ എ സി 10 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ എ ബി 8 സെൻറ്റിമീറ്റർ ആണ്, ആംഗിൾ എ 40 ഡിഗ്രി ആണ്. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഫൈൻഡ് ദ ഏരിയ. ഫൈൻഡ് ദ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ഇവിടെ ബി അറിയാലോ, ബേസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. കൂടാതെ ഹൈറ്റ് അറിയാവോ? ഹൈറ്റ് അറിയില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് എടുക്കുമ്പോൾ ഹൈറ്റ് വേണം. അപ്പോൾ ഹൈറ്റിന് വേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ. അപ്പോൾ ഞാനിവിടെ ഇതിനൊരു എം എന്നുള്ള പേര് കൊടുത്തു. 8 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് വേണ്ടേ? സി എം അല്ലേ വേണ്ടത്? സി എം വേണം. ഓക്കെ, നമ്മൾ എ എം സി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഒരു ആംഗിൾ അറിയാലോ, എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 40 വെച്ച് നോക്കുമ്പോൾ ഇത് ഏതാ സൈഡ്? ഈ ഹൈറ്റ് ഏതാ സൈഡ്? ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് എന്താ അറിയാം? ഹൈപ്പോട്ന്യൂസായ 10 അറിയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കേ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. എന്താ അറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ന്യൂസ് അറിയാം. എന്താണ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും? അങ്ങനെ വന്നതായിരുന്നു. യെസ്, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? സൈൻ 40. ഓക്കെ ആണല്ലോ? സൈൻ 40 നമുക്കറിയാം. എത്രയായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സൈൻ 40 ഈക്വൽ ടു 0.6428. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെടുക്കണം ഇവിടെ? സൈൻ 40 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും അല്ലേ? അതായത് സൈൻ 40 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ട്രയാങ്കിൾ എ എം സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 40 എന്ന് പറഞ്ഞാൽ 40യുടെ ഓപ്പോസിറ്റ് സൈഡ് സി എം അല്ലേ? സി എം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് ഏതാണ്? ഹൈപ്പോട്ന്യൂസ് എ സി. സി എം ബൈ എ സി. ഇനി സൈൻ 40 അറിയാലോ. സൈൻ 40 എത്രയാണ്? 0.6428 ആണ്. സോ 0.6428 ഇൻറ്റു ഈക്വൽ ടു സി എം അറിയാവോ? അറിയില്ല, കണ്ടുപിടിക്കണം. ബൈ എ സി എത്രയാണ്? 10. അതിങ്ങോട്ട് വരുമ്പോൾ സി എം എന്ത് കിട്ടും? സി എം ഈക്വൽ ടു 10 ഇൻറ്റു 0.6428.
ദാറ്റ് ഈസ് ഈക്വൽ ടു 6.428 സെൻറ്റിമീറ്റർ. എന്ത് കിട്ടിക്കഴിഞ്ഞു നമുക്ക്? സി എം കിട്ടി. സി എം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കിട്ടി. അങ്ങനെയാണ് ഏരിയ എന്താ വരിക? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ബി എത്രയാണ്? 8 ഇൻറ്റു എച്ച് എത്രയാണ്? 6.428. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 4 കിട്ടും. സോ 4 ഇൻറ്റു 6.428. അപ്പോൾ എന്താ കിട്ടുക? 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. ചെയ്തിരിക്കുന്നത് നോക്കണേ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സി എം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സി എം സാധാരണ നമ്മൾ നേരത്തെ ചെയ്തപോലെ സി എം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ ഇക്വേഷൻ യൂസ് ചെയ്തു അല്ലേ? ഹാഫ് ബി എച്ച്. അപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞു? ഏരിയ എന്ത് കിട്ടിക്കഴിഞ്ഞു? 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ഇത് കുറച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ഫോർമുല പഠിക്കാം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ഫോർമുല പഠിക്കാം. നോക്കാം. നമുക്ക് ഒരു ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിളിൽ ബി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി ലെങ്ത് ആണ്. ഈ ബി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ സി ആയിരുന്നു. അതിൻ്റെ ലെങ്ത് ബി ആണെന്നിരിക്കും, സ്മോൾ ബി ആണെന്നിരിക്കുക. അതുപോലെ സി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ സി ആണെന്നിരിക്കുക. കൂടാതെ ഈ ആംഗിൾ എ എന്നുള്ള ആംഗിൾ നമുക്കറിയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഈ ലെങ്ത് അറിയാം, സി ആണ്. ഈ ലെങ്ത് അറിയാം, ബി ആണ്. പിന്നെ ഈ അതിൻ്റെ അടുക്കുള്ള ആംഗിൾ, രണ്ട് സൈഡ് അതിൻ്റെ അടുക്കുള്ള ആംഗിൾ നമുക്കറിയാം അല്ലേ? രണ്ട് സൈഡും അതിൻ്റെ അടുക്കുള്ള ആംഗിളും അറിയാമെങ്കിൽ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ്. നോക്കിക്കോ, ഏരിയ കാണുന്ന ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ. ഹാഫ് ബി സി സൈൻ എ. ശ്രദ്ധിക്കണേ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? രണ്ട് സൈഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. കൂടാതെ എന്തറിയണം? അതിനിടക്കുള്ള ആംഗിളും അറിയണം. അതിനിടക്കുള്ള ആംഗിളും അറിയെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരുന്നത് ഹാഫ് ബി സി സൈൻ എ. നോക്കണേ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കുള്ള ആംഗിളാണ്. നിങ്ങൾ എയും ബിയും സിയും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡും നമുക്ക് വേണം, അതിനിടക്കുള്ള ആംഗിളും വേണം. രണ്ട് സൈഡും വേണം, ആംഗിളും വേണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ രണ്ട് സൈഡ് ഇൻറ്റു സൈൻ ആ നടുക്കുള്ള ആംഗിൾ. ഓക്കെ അല്ലേ? നമുക്ക് ഈ ചോദ്യം നോക്കിയേ. ഇതുപോലെയാണുള്ളത്. അതുപോലെയാണല്ലേ? രണ്ട് സൈഡ് നമുക്കറിയാം. ഒരു സൈഡ് 8 ആണ്, ഒരു സൈഡ് 10 ആണ്. നടുക്കുള്ള ആംഗിൾ അറിയാവോ? അറിയാം, അതും അറിയാം. എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഏരിയ നമുക്ക് ഡയറക്റ്റ് പറയാലോ. എന്താണ് ഏരിയ കാണുന്ന ഇക്വേഷൻ? ഹാഫ് ബി സി സൈൻ എ ആണല്ലേ? നോക്കാം നമുക്ക്. നോക്കിയേ, ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ അല്ലേ? ഹാഫ് ബി സി. ബി എത്രയാണ്? 1 ഇട്ടെടുക്കാം. സി എത്രയാണ്? 10 അല്ലേ? ഇൻറ്റു സൈൻ എ, സൈൻ 40. ദാറ്റ് ഈസ് ഈക്വൽ ടു, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു സൈൻ 10 ഇൻറ്റു സൈൻ 40 എത്രയാണ്? 0.6428. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 6.428. ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിനല്ലേ? എന്താ കിട്ടുക? 25.72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിനല്ല നമുക്ക് നേരത്തെയും കിട്ടിയത് ഏരിയ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ ആ ഇക്വേഷൻ അറിയെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഏരിയ കാണുന്ന ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണത്? ഹാഫ് ബി സി സൈൻ എ. നോക്കുക, രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ട്. ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് ഹാഫ് ബി സി സൈൻ എ. ഒന്ന് എഴുതിയെടുത്തേ. നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ വരക്കുക. എന്നിട്ട് സൈഡിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ എന്ന് എഴുതുക. ഓക്കെ, ഹാഫ് ബി സി സൈൻ എ എന്ന് എഴുതുക. അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും ഒരു ആംഗിളും അറിയെങ്കിൽ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണെന്ത്? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ. ഒന്ന് എഴുതിക്കുക, ഈ ഫിഗർ വരക്കുക. എന്നിട്ട് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ്
ബി സി സൈൻ എന്ന് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു 90 ഡിഗ്രി കുറഞ്ഞൊരു ട്രയാങ്കിൾ ആയിരുന്നു. എല്ലാ ആംഗിൾ 90 ഡിഗ്രി കുറഞ്ഞല്ലേ. നമുക്ക് 90 ഡിഗ്രി കൂടിയ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, എ ബി സി. ഇവിടെ ഈ എ എന്നുള്ള ആംഗിൾ എന്താണ്, 90 കൂടുതലാണെന്ന് അറിയാലോ. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ഈ ബി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ ബി കൊണ്ട് സൂചിപ്പിക്കാം. സി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ സി, പിന്നെ ഈ എയും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ സി അറിയാം, ബി അറിയാം, എയും അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക നമുക്ക് ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരെയുള്ളൂ, 90 വരെയുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ വന്ന് ചെയ്യാനാവില്ല. അപ്പോൾ ചെയ്യാനുള്ള ഇക്വേഷനാണ് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി. ഇതേപോലെ തന്നെ ഹാഫ് ബി സി സൈൻ, ഇവിടെ ചെറിയ മാറ്റം കേട്ടോ, സൈൻ 180 മൈനസ് എ, സൈൻ 180 മൈനസ് എ. ശ്രദ്ധിക്കുക, ഇത് 90 കൂടുതൽ, ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 കൂടുതലാണെങ്കിൽ ഏരിയ കാണുന്ന ഇക്വേഷനാണ് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ 180 മൈനസ് എ. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ 180 മൈനസ് എ. ഓർമ്മിക്കണേ. ഓക്കെ ആണല്ലോ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. 90 കുറവാണെങ്കിൽ എന്തായിരുന്നു ഏരിയ കാണുന്ന ഇക്വേഷൻ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ എ ആണ്. 90 കൂടുതലാണ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്, ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി. ഒപ്പം പറയണേ ഏരിയ ഈക്വൽ ടു 90 കൂടുതലാണ് പറഞ്ഞേ, ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ 180 മൈനസ് എ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസിൽ ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിളിന്റെ വൺ സൈഡ് 10 സെന്റിമീറ്റർ ആണ്, സെക്കൻഡ് സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദിസ് ടു സൈഡ്സ് 50 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. നമുക്കറിയാലോ ഇക്വേഷൻ എന്തായിരുന്നു, ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു ഹാഫ്, ഇക്വേഷൻ പറഞ്ഞേ, ഹാഫ് ബി സി സൈൻ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി മീൻസ് 10 സെന്റിമീറ്റർ ഇൻറ്റു സി 6 സെന്റിമീറ്റർ സൈൻ എ സൈൻ 50, that is equal to 10 into 3 into sin 50 0.7660, that is equal to 30 into 0.7660, that is equal to 30 into 0.7660, that is equal to 0.8922, 22.98 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെറിയൊരു മാറ്റം. ഇവിടെ കൊടുത്തിരിക്കുന്നത് 50 ഡിഗ്രി അല്ലേ. നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതേ ആംഗിൾ ഇത് 130 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, 130 ആണെങ്കിൽ എന്താ ആൻസർ വരിക. നമുക്ക് നോക്കാം 130 ആണ് എന്താ കിട്ടുക. ഇത് 130, ഇതെന്താണ് 10 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ 130 ആണെങ്കിൽ എന്ത് കൂടി, 90 കൂടിയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്, ഇതാണോ? അല്ല, ചെറിയ മാറ്റം ഉണ്ടല്ലോ. എന്തായിരുന്നു, സൈൻ 180 മൈനസ് എ. അപ്പോൾ എന്തായി മാറും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി 10 ഇൻറ്റു സി 6 ഇൻറ്റു സൈൻ 180 minus 130, that is equal to half in, simplify ചെയ്യുകയാണെങ്കിൽ 10 into 3 into sin 50. സെയിം ആൻസറിലെ നേരത്തെ ചെയ്തേ. അപ്പോൾ എന്താ കിട്ടുക, 10 into 3 30 into sin 53 ആയിരുന്നു 0.7660. സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പോൾ എന്തായി മാറും, 22.980 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വർക്ക് നിങ്ങളെ എക്സസൈസിലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഒരു പാരലോഗ്രാം. ഓക്കെ,
ഇതിൻ്റെ രണ്ട് സൈഡ് 12 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആംഗിള് 50 ഡിഗ്രി. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ നിങ്ങൾ പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ BH, അത് വെച്ചും ചെയ്യാം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച എന്തിൻ്റെ ഏരിയ ആയിരുന്നു? ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരുന്നു. ഓക്കെ ആണല്ലോ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് BC സൈൻ A ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് BC സൈൻ A. ഇവിടെ നോക്കിയേ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഡയഗണൽ വരച്ചപ്പോൾ രണ്ട് ട്രയാങ്കിളായി മാറുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ കിട്ടുക? ഹാഫ് BC സൈൻ A ആണ്. ഇതിൻ്റെ ഏരിയ എന്താ കിട്ടുക? ഹാഫ് BC സൈൻ A ആണ്. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിൻ്റെ മൊത്തം ഏരിയ എന്താ കിട്ടുക? 2 ഇൻറ്റു ഹാഫ് BC സൈൻ A അല്ലേ വരിക. സോ ഏരിയ ഓഫ് പാരലോഗ്രാം എന്തായി മാറും? ഈക്വൽ ടു BC സൈൻ A ആയി മാറും. ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു BC സൈൻ A. ക്ലിയർ ആണല്ലോ? ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു BC സൈൻ A. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏരിയ ഈക്വൽ ടു, ഏരിയ എന്ന് പറഞ്ഞേ എന്താണ്? BC സൈൻ A ആണ്. എന്താണ്? BC സൈൻ A. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 50. That is equal to 12 into 8 into sin 50 എത്രയായിരുന്നു? sin 50 0.7660. 0.7660. That is equal to 12 into 8 96 into 0.7660. That is equal to 735360. 73.5360 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈക്വൽ ടു BC സൈൻ A. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈക്വൽ ടു BC സൈൻ A. ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈക്വൽ ടു BC സൈൻ A. That is equal to 12 into 8 into sin 50. 12 into 8 into sin 50. That is equal to 96 into 0.7660. That is equal to 73.5360 centimeter square. Clear ആണല്ലോ? Okay.